അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളുമായി രക്ഷാപ്രവർത്തകർ കരയിലേക്ക് പോയിട്ടുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ലോറിയുടെ ഭാഗം ഉയർത്തി കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് ഈ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ തന്നെ ഉപയോഗിച്ച് അത് ഉയർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം ആണ് അത് എത്രത്തോളം വിജയിക്കും എന്നത് ആണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഡ്രഡ്ജർ കമ്പനിയുടെ ക്രെയിനാണ്, ഡ്രഡ്ജറിൽ തന്നെയുള്ള ക്രെയിനാണ് ഇപ്പോൾ ഈ ക്യാബിൻ ഭാഗം ഉയർത്തി കരഭാഗത്തേക്ക് എത്തിക്കേണ്ടത്. കരഭാഗത്തേക്ക് എത്തിയതിനു ശേഷം മാത്രമേ അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. അവിടെയുണ്ടായിരുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ കരയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ തുടർ നടപടികൾക്കായി രക്ഷാപ്രവർത്തകർ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ അർജുൻ്റെ ലോറിയുടെ ക്യാബിൻ്റെ ഭാഗം കരയിലെത്തിക്കുക എന്നതാണ് ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ഇത് കരയിലേക്ക് എത്തിക്കാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശ്രമം തന്നെയാണ് ആരംഭിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3ാം ഘട്ടത്തിൽ നടത്തിയ അതിൻ്റെ 6ാം ദിവസം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു വിവരം, ഒരു കേരളം കാത്തിരുന്ന ഒരു വിവരം ലഭിച്ചത്. അർജുൻ്റെ ലോറി കണ്ടെത്താനായിരിക്കുന്നു, അർജുനനെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രെയിനിൽ നിന്ന് അത് ഡ്രഡ്ജറിലേക്ക്, നേരിട്ട് ഡ്രഡ്ജറിലേക്ക് തന്നെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഡ്രഡ്ജർ പതുക്കെ കരയിലേക്ക് അടുപ്പിച്ച് അത് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണോ എന്നത് പരിശോധിക്കണം. ഡ്രഡ്ജറിലേക്ക് ഈ ക്യാബിൻ്റെ ഭാഗം ഘടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഉപയോഗിച്ച് ഈ പറഞ്ഞ കരഭാഗത്തേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തും. 3ാം ഘട്ടമാണ്. ശിരൂരിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ ഉള്ളവരെ കണ്ടെത്തുന്നതിനുള്ള 3ാം ഘട്ട തെരച്ചിലിലാണ് ഇപ്പോൾ അർജുൻ്റെ ലോറി കണ്ടെത്താൻ സാധിച്ചത്. ഈ സാധിച്ചതിന് ശേഷം അതിനകത്ത് അർജുനുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു. അപകടം നടക്കുന്ന സമയത്ത് അർജുൻ ലോറിയിൽ വിശ്രമിക്കുകയായിരുന്നു എന്നാണ് കുടുംബം തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. അത് ശരിവെക്കുന്നതാണ് ഇപ്പോഴുള്ള ഓരോ കാഴ്ചയും. അർജുൻ്റെ മായി ബന്ധപ്പെട്ട സാന്നിധ്യം അതിൻ്റെ ക്യാബിനകത്ത് കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ രക്ഷാപ്രവർത്തകർ